ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. ഈശോയും നമ്മളുമായിട്ടുള്ള, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഉപമകളിൽ, ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുവചന ഭാഗം. ഈശോ പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് മാത്രമേ ഫലം പുറപ്പെടുവിക്കാനാവൂ. മുന്തിരിച്ചെടിയിലെ കൃഷിക്കാർ വിളവെടുപ്പ് കാലം കഴിയുമ്പോൾ അതിനെ വെട്ടിയൊരുക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഈശോ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ നിത്യജീവിത അനുഭവവുമായിട്ട് ചേർത്ത് വെച്ച് നമ്മളെ ധ്യാനിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. യേശുനാഥൻ മുന്തിരിച്ചെടിയാണ്, നമ്മൾ അതിൻ്റെ ശാഖകളാണ് എന്ന് നമ്മൊന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപാട് ആത്മനിർവൃതിയും സന്തോഷവുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയും. കാരണം യേശുവാകുന്ന തായ്തടിയോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം. തായ്തടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാനാവില്ല. വെട്ടിമാറ്റപ്പെട്ട ശാഖ അതെന്നേക്കുമായിട്ട് വെട്ടപ്പെട്ടതാണ്. അതിനൊരിക്കലും ആ ചെടിയുടെ നന്മ, ചെടിയുടെ പുണ്യം അത് നൽകാനാകില്ല. ഇത് വലിയൊരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയാലും, നാം ആരൊക്കെ ആയാലും, എന്തൊക്കെ ആയാലും, ദൈവവുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് കൈമോശം വന്നു പോയാൽ പിന്നെ നമ്മൾ വട്ടപൂജ്യമാണ്. ദൈവം കൂടെ ഇല്ലാത്തവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലോ, കുഞ്ഞുങ്ങളുടെ കയ്യിൽ പട്ടം ഇരിക്കുന്നു. ആ പട്ടം അവർ കടൽ തീരത്തും കാറ്റുള്ള കുഞ്ഞു മലയുടെ തീരത്തും മല അടിവാരങ്ങളിലും മലയുടെ മുകളിലുമൊക്കെ നിന്ന് ഉയർത്തി പറത്തി മുകളിലേക്ക് വിടും. സുന്ദരമാണ് ആ കാഴ്ച കാണാൻ. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ പണ്ടൊക്കെ പേപ്പറിൽ ഒരുക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ വെട്ടിയുണ്ടാക്കുന്ന പട്ടമൊക്കെ പോയിട്ട് ഇന്ന് മോഡേൺ ഒരുപാട് സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്ന LED ലൈറ്റുകളും അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സാങ്കേതിക മികവ് പുലർത്തുന്ന ഒരുപാട് പട്ടങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. പട്ടം പറപ്പിക്കുന്നത് ഒരു വിനോദമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല മനസ്സിൽ അതിന് വിലയുണ്ടാവുക ഏറെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. വലിയ വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയൽ കൊണ്ടാണ് ഈ പട്ടമുണ്ടാക്കുന്നത് എങ്കിൽ അത് ഉറപ്പാണ് ഉയർന്നുയർന്ന ആകാശമേഘങ്ങളെ പോലും തൊടുവോളം അതിങ്ങനെ പറന്നുയർന്ന് അങ്ങ് പോകും. പക്ഷെ ഇന്നോളം നിർമ്മിക്കപ്പെട്ട എല്ലാ പട്ടത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അത് മോഡേൺ ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും അത് നിർമ്മിക്കപ്പെടുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം ആ പട്ടത്തെ ഒരു കയറുകൊണ്ട്, ഒരു വള്ളി കൊണ്ട്, ഒരു നൂല് കൊണ്ട് ബന്ധിക്കുകയാണ്. ആ ബന്ധിക്കപ്പെട്ട ചരടിൻ്റെ നൂലിൻ്റെ ഒരറ്റം നമ്മുടെ കയ്യിലാണ്. എൻ്റെ കയ്യിൽ ആ പട്ടത്തിൻ്റെ നൂലിരിക്കുവോളം അത് അനന്തവിഹായസിൽ എന്തോരം പയർന്നുയർന്നാലും അത് കൗതുക കാഴ്ചയാണ്. എപ്പോഴെങ്കിലും ആ നൂലിൽ നിന്നുള്ള എൻ്റെ പിടി വിട്ടുപോയാൽ പിന്നെ നമ്മൾ കാണുന്നൊരു പതനമാണ്. ആകാശമേഘങ്ങളുടെ ഇടയിൽ നിന്ന് ഈ പട്ടം മെല്ലെ കൂപ്പുകുത്തി നിലത്ത് വീഴും. അല്ലെങ്കിൽ കാറ്റ് തടിച്ച് ഗതികെട്ടാതെ അതെവിടെയെങ്കിലുമൊക്കെ അലഞ്ഞ് തകർന്ന് തീരും.
ഒരിക്കലും ഈ പട്ടത്തിന് പിന്നെ പറന്നുയരാനാകില്ല. ഇതാണ് വെട്ടപ്പെട്ട മുന്തിരിശാഖയുടെ അവസ്ഥ. തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് വിലയുള്ളൂ. തമ്പുരാനില്ലാത്ത ക്രിസ്ത്യാനി അവനൊരിക്കലും ജീവിതത്തിൻ്റെ സന്തോഷമോ ജീവിതത്തിൻ്റെ ഭാഗ്യമോ ഒന്നും അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് ഉറപ്പിക്കേണ്ട ഒരു ബന്ധം ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അതിൽ ആഴപ്പെട്ട ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ കൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യജമാനൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ തൻ്റെ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കും. ഹൈറേഞ്ച് മേഖലയിലെ തേയിലക്കൃഷിക്ക്, കാപ്പിച്ചെടിക്ക് ഒക്കെ ഈ കഥയാണ് പറയാനുള്ളത്. വെട്ടി ഒരുക്കുമ്പോൾ അത് മനോഹരമായിട്ട് തീരും, കൂടുതൽ കരുത്തുള്ളതായിട്ട് മാറും. റോസാ ചെടിയിലും ബൊഗെയിൻവില്ലയിലുമൊക്കെ ഈ വെട്ടി ഒരുക്കലും ബഡ്ഡിങ്ങും ഒക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലും കണ്ടുവരുന്നതാണ്. വെട്ടി ഒരുക്കുമ്പോഴാണ് ഒരു ചെടി അതിൻ്റെ സ്വാഭാവികതയ്ക്കപ്പുറത്തേക്ക് വളരുന്നത്. മുന്തിരിത്തോട്ടങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴോ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കൃഷിക്കാർ അതിൻ്റെ അടക്കമുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ശിഖരങ്ങൾ അത് കത്രിക കൊണ്ട് വെട്ടി മാറ്റും. അതിൻ്റെ ഇലകളും കുഞ്ഞു തണ്ടുകളുമൊക്കെ വെട്ടിക്കളയും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനെന്നാണ് അന്നും ഇന്നും എന്നുമുള്ള ന്യായം. വെട്ടിയൊരുക്കപ്പെടുമ്പോഴാണ് കൂടുതൽ ഫലം കായ്ക്കുന്ന ചെടിയായി മുന്തിരിയും ഞാൻ പറഞ്ഞ കാപ്പിച്ചെടിയും തേയിലച്ചെടിയും ഒക്കെ മാറുന്നത്. ഈ വെട്ടിയൊരുക്കൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും അനിവാര്യമാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിലും ഈ വെട്ടിയൊരുക്കൽ അനിവാര്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിലും ദൈവം നമുക്ക് തരുന്ന കുഞ്ഞു കുഞ്ഞു സഹനങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ ഈ വെട്ടിയൊരുക്കലുകളായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് പിന്നെ പരാതി പറയാനുണ്ടാകില്ല. നമുക്ക് ആകുലതകളും പരാതികളും പദം പറക്കി കരച്ചിലും ഉണ്ടാകില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി ശാഖകളായിട്ട് നമ്മൾ പരുവപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചാൽ, ഞാൻ എഴുതുന്ന എല്ലാ പരീക്ഷയ്ക്കും 100ൽ 100 മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിലും ഒന്നും തെറ്റില്ല. പക്ഷേ ഒരു മാർക്ക് കുറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ചില പരാജയങ്ങളുണ്ടാകുമ്പോൾ, ചില നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, ചില വീഴ്ചകളുണ്ടാകുമ്പോൾ നമുക്ക് തളർന്ന് വല്ലാണ്ടാകേണ്ട കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. എൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞു കുഞ്ഞ് സഹന നിമിഷങ്ങൾ ഉണ്ടാകണം. അത് ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിക്കാനാണ്. എൻ്റെ കരുത്ത് നഷ്ടപ്പെടുത്തുന്ന, എന്നെ ബലഹീനനാക്കുന്ന എൻ്റെ ചില വൈകല്യങ്ങൾ എന്നിൽ നിന്ന് മാറ്റിക്കളയേണ്ടതുണ്ട്. ചില വലിയ വൃക്ഷങ്ങളിൽ ഇത്തിൽക്കണ്ണി പിടിപെടുന്നത് നമുക്കറിയാം. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് കാണാൻ നമ്മൾ ഓർക്കിഡായിട്ടും മറ്റു പല ചെടികളായിട്ടുമൊക്കെ ഇന്ന് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് അതിനെ. പക്ഷെ ഇത്തിൽക്കണ്ണിയുടെ ഒരു പ്രത്യേകത എന്താ? അത് മറ്റൊരു ചെടിയിലാണ് വളരുന്നത്. ആ ചെടിയുടെ ഊർജം വലിച്ചെടുത്ത്, ആ ചെടിയുടെ ജീവനാംശം വലിച്ചെടുത്ത് അത് മറ്റൊരു സുന്ദരമായ പൂവ് നൽകുന്ന മനോഹരമായ ഇത്തിൽക്കണ്ണിയായിട്ട് നിൽക്കുക. പക്ഷെ പ്രിയപ്പെട്ടവരെ,
ഈ ഇത്തിൽ കണ്ണികൾ നിൽക്കുന്ന മരക്കൊമ്പുകൾ അറിവുള്ള വിവേകമുള്ള കർഷകൻ വെട്ടിക്കളയും. അത് രണ്ടും കൂടെ നിന്നാൽ മറ്റ് ശാഖകളെ കൂടെ അത് ബാധിക്കും. പരാഗണത്തിലൂടെ ഈ ഇത്തിൽ കണ്ണിയുടെ പൂക്കൾ, അതിൻ്റെ കോശങ്ങൾ മറ്റ് ചെടികളിൽ, മറ്റ് ശാഖകളിൽ വന്ന് പതിക്കുമ്പോൾ അവിടെയും ഇത്തിക്കണ്ണികൾ രൂപപ്പെടും. അതുകൊണ്ട് ബുദ്ധിയുള്ള കർഷകൻ ഇത്തിൽ കണ്ണി ബാധിച്ച ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടി താഴെ കിടും. ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്, ഞാൻ നല്ല ക്രിസ്ത്യാനി ആകേണ്ടവനാണ്, നല്ലൊരു ക്രിസ്തു ശിഷ്യനാകേണ്ടവനാണ്. പക്ഷെ ആ ക്രിസ്തു ശിഷ്യൻ്റെ, ക്രിസ്ത്യാനിയുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതെൻ്റെ തമ്പുരാൻ വെട്ടി നീക്കുക തന്നെ ചെയ്യും. ഈ വെട്ടി ഒരുക്കലിന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയാണ് കൃഷിശാസ്ത്രം, അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയേ ചെയ്യാവൂ. ഔദാര്യം കാണിച്ചതുകൊണ്ടോ അനുകമ്പ കാണിച്ചതുകൊണ്ടോ ചില ശാഖകൾ വെട്ടി ഒരുക്കപ്പെടാതെ പോയാൽ അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം ഒരുപാട് വലുതായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ശാഖകളിലുള്ള പോരായ്മകളുടെ, ബലഹീനതകളുടെ, കുറവുകളുടെ മേഖലകളിൽ ഈ വെട്ടി ഒരുക്കലിന് വിധേയമാകുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയിലും എൻ്റെ തമ്പുരാൻ വെട്ടി ഒരുക്കപ്പെടുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഞാൻ എൻ്റെ തായ്തടിയോട്, എൻ്റെ തമ്പുരാനോട് ചേർന്ന് തന്നെ മതിയാകും. വിവിധ ചിന്തകൾ ഈ ഞായറാഴ്ച നമ്മളെ കൂടുതൽ അനുഗ്രഹീതരാകട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.